അങ്ങനെ നമ്മുടെ തിരുവോണം വന്നെത്തി. 10 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് നമ്മൾ മാവേലിയെ വരവേൽക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ തിരുവോണം എങ്ങനെയാന്ന് പറയാം. നമ്മൾ പൂവിടാൻ ഒരുക്കിയിരുന്ന അതേ കളത്തിൽ അരിമാവ് കൊണ്ട് കോലം വരച്ച് ഇല വെച്ച് അതിലും വീണ്ടും നമ്മൾ കോലം വരച്ച് പടിക്ക് വരെയുള്ള നമ്മുടെ കളങ്ങളെല്ലാം നമ്മൾ ഒരുക്കി വെക്കും. അതിനുശേഷം വിളക്ക് കൊളുത്തി കിണ്ടിയിൽ വെള്ളം വെച്ച് ചന്ദനത്തിരിയുടെ ഗന്ധവും നൽകി തൃക്കാക്കരയപ്പനെ ഇലയിൽ വെക്കും. നമ്മുടെ ഉമ്മറം മുതൽ വീടിന്റെ പടിക്ക് വരെ നമ്മൾ ഈ തൃക്കാക്കരയപ്പനെ നിരത്തും. മാവേലി തമ്പുരാന് വരാനുള്ളൊരു വഴിയൊരുക്കുന്നതാണ് ഇത്. ഇന്ന് പൂക്കളമില്ല. തുമ്പ കൊണ്ട് തൃക്കാക്കരയപ്പനെ നമ്മൾ എതിരേറ്റ് വീടിനകത്തേക്ക് കൊണ്ടുവരും. കുട്ടികളെ മാവേലിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളാണ് ഈ ചടങ്ങുകളെല്ലാം ചെയ്യുന്നത്. മാവേലിക്ക് ഭക്ഷണം എന്ന രീതിയിൽ അട നേദിക്കുന്നു. പണ്ടുള്ളതിൽ ചിലത് നമ്മുടെ അസൗകര്യങ്ങൾ മൂലം ചെയ്യാൻ പറ്റാത്തതുമുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ചെയ്യുന്നത് മാവേലി ഏത് ദിശയിൽ നിന്ന് വന്നു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ആചാരമാണ് എന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. തേങ്ങയിലെ വെള്ളം രണ്ടായി പകുത്ത് ആ തേങ്ങയ്ക്കുള്ളിൽ നമ്മുടെ തുമ്പയുടെ ഒരു അറ്റം അതിനുള്ളിൽ ഇട്ടു നോക്കും. എന്നിട്ട് ഏത് ദിശയിലേക്കാണോ ആ ഒരു കോൺ തിരിയുന്നത് അവിടെ നിന്നാണ് മാവേലി വരുന്നത്. ഇങ്ങനെയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. മാവേലിയെ വീടിനകത്തേക്ക് എതിരേൽക്കാനായിട്ട് നമ്മുടെ ഈ ഒരു കോലം മാവ് നമ്മുടെ പടിക്കലൊക്കെ അണിയും. ഇനിയുള്ളതാണ് ഏറ്റവും കൗതുകം നിറഞ്ഞത്. അരിമാവിൽ കൈമുക്കി നമ്മൾ വാതിലിൽ ഇതുപോലെ കൈ ചേർത്ത് വെക്കും. അതിനായി എല്ലാവർക്കും തിരക്കാണ്. ആരുടെ കൈയാണ് വലുത്, ആരുടെ കൈയാണ് ചെറുത് എന്നൊക്കെ അറിയാനായി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മാവേലി എത്തി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത് കാണുമ്പോഴാണ്. നമ്മൾ നേദിച്ച അടയിൽ ഉറുമ്പ് വന്ന് എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് പോകും. അങ്ങനെ ഈ വർഷത്തെ ഓണം ഉഷാറായി. നിങ്ങളുടെയോ?